കോട്ടയം കുമരകത്തെ കോൺഗ്രസ് ബി.ജെ.പി. ബന്ധത്തിൽ KPCC നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് CPIM. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ വോട്ടെടുപ്പിലും ബി.ജെ.പി. കോൺഗ്രസ് വോട്ട് കച്ചവടം നടന്നു. കണക്കുകൾ ഇതിന് തെളിവാണെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ ആരോപിച്ചു. കുമരകത്ത് ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ടിൽ UDF സ്വതന്ത്രനാണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് കച്ചവടത്തിന്റെ തുടർച്ചയാണ് ഈ കൂട്ടുകെട്ടെന്ന് CPIM ആരോപിക്കുന്നു. കുമരകത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനാകെ പിന്നോക്കം പോയി എന്ന യാതൊരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായി BJPയും UDFും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒരുമിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾക്കുണ്ടായ തിരിച്ചടി. ഒരു കാര്യം തിരിച്ചറിയണം, അവിടെ ഒരു വാർഡ് 13-ാം വാർഡ് 2 വോട്ടിനാണ് LDF നഷ്ടപ്പെട്ടത്. ഒരു പഞ്ചായത്ത് ഭരണം 2 വോട്ടിന് LDFന് നഷ്ടപ്പെട്ടു. അതിന് ഞങ്ങളുടെ ഭാഗത്തുള്ള പോരായ്മകൾ ഞങ്ങളുണ്ടോ ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകളിൽ BJP കോൺഗ്രസ് വോട്ട് കച്ചവടത്തിന്റെ കണക്കുകളും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ പുറത്തുവിട്ടു. മറ്റത്തൂർ മുതൽ കുമരകം വരെ ഈ പ്രക്രിയ നടപ്പാക്കുമ്പോൾ കോട്ടയത്ത് നേതൃത്വം കൊടുക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അച്ചടക്ക സമിതി ചെയർമാനാണ്. അച്ചടക്ക സമിതി ചെയർമാനെ കോൺഗ്രസ് പുറത്താക്കണം. ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതിന്, BJP ആയിട്ട് ഒത്തുചേർന്നതിന്. BJP ആയിട്ട് അദ്ദേഹം ഒത്തുചേരുന്നുള്ള ആദ്യത്തെ ആരോപണമല്ല, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാദം. അതായത് തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ്. UDF സ്വതന്ത്ര അംഗം AP ഗോപിയാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൽ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റായത്. വിപ്പ് ലംഘിച്ച BJP അംഗങ്ങളെ പുറത്താക്കിയെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അവകാശവാദം. എന്നാൽ ഇവർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ BJP സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് വിഷയത്തിൽ പേരിന് പോലും നടപടി എടുത്തിട്ടുമില്ല. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.